ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റു. ഇന്ന് രാവിലെ വേദ പിടിക്കാൻ ആൾ വരും, 7 മണിയാകുമ്പോൾ വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിയില്ല. അവളെ ഉറക്കിയാലേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അതിനിടയ്ക്ക് പാലൊക്കെ ബഹളം വെച്ചാലേ അതൊരു പ്രശ്നമാവും. അങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും ചീമയും കൂടി. പട്ടികളെ ബഹളം എന്തേ അവിടെ, 1 ഡസൻ പട്ടികളവിടെ. അപ്പോൾ വേദ പിടിക്കാൻ പാർവതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാർവതി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ അടുത്താട്ടോ പാർവതി താമസിക്കുന്നത്. ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇപ്പോൾ എത്തും പാർവതി. നമ്മുടെ ഇഷ്ടത്തിനാട്ടോ സമയം 7, 8, 9 ഒക്കെ പറയുന്നത്. ഇന്ന് കുറച്ച് രാവിലെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ഇന്നും പാർവതി വന്നിട്ടുണ്ട്. പലരും എന്നോട് പാലാഴി ഹോസ്പിറ്റലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ചു. കറക്റ്റ് ലൊക്കേഷൻ പൂജപ്പുര വിജയമോഹിനി മില്ലിന് അടുത്താണ്. ഡോക്ടർ കണ്ണദാസിൻ്റെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോഴും മാറിപ്പോയി, വെരി സോറി. അപ്പോൾ പാലാഴി ഹോസ്പിറ്റൽ വിജയമോഹിനി മില്ലിൻ്റെ അവിടെയാണ്. കണ്ണദാസ് ഡോക്ടറിൻ്റെയാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. കാരണം ഇതൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. എന്നോട് എത്രയാണ് റേറ്റ്, എന്താ ഏതാണെന്ന് ചോദിക്കുന്നത് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അവരോട് ചോദിച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയും കേട്ടോ. ഇത് ആക്ച്വലി ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ ആണ്. ഇന്നലെ വിസിറ്റേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചീമയും എൻ്റെ കൊച്ചിനെയൊക്കെ കാണാൻ വരുന്ന എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു വരുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അഥർവയും, അഥർവയുടെ ഫാമിലിയും വേദയുടെ ഫ്രണ്ടാട്ടോ. വേദികയുടെ ഫാമിലി, അതും വേദയുടെ ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ കുറച്ച് നെയ്ബേഴ്സ്, മിനി ആൻറ്റി, ദിവ്യേച്ചി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നെയ്ബേഴ്സ്. എൻ്റെ ആളെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഏത് കാര്യത്തിനും ധൈര്യപൂർവ്വം എനിക്ക് വിളിക്കാൻ പറ്റുന്ന കുറച്ച് പേരാണ് കേട്ടോ ഇവർ. ഏതാവശ്യത്തിന് വിളിച്ചാലും വരികയും ചെയ്യും, അതിലൊക്കെ സഹകരിക്കുകയും ചെയ്യും. നമ്മുടെ ബന്ധുക്കൾ തന്നെ കേട്ടോ അവർ. ബന്ധുക്കളിൽ അപ്പുറമാണ്. പിന്നെ എനിക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു ബന്ധം എനിക്ക് ഒരു ചേച്ചിയായിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചിയാണ്. ചേച്ചി എനിക്കറിയില്ല, മുജ്ജന്മത്തിൽ എന്തെങ്കിലും ആത്മബന്ധം ഉണ്ടോ എന്ന് അറിയത്തില്ല. എൻ്റെ ചീമയ്ക്കും കുഞ്ഞിനുമൊക്കെ വേണ്ടിയിട്ട് എന്തോരം സാധനങ്ങളാണെന്നോ ചേച്ചി എനിക്ക് അയച്ചു തന്നത്. ഞാൻ ചേച്ചിയുടെ പേരൊന്നും പറയുന്നില്ല. ചേച്ചി വീഡിയോ കാണുന്നുണ്ട്, എനിക്കറിയാം. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. എനിക്ക് പേര് പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ചേച്ചി പേരൊന്നും റിവീൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്തോരം സാധനങ്ങളാണ് ദിവസവും വരും. ഓരോ പ്രോഡക്ട്സും ചീമയ്ക്കും കുഞ്ഞിനുമായിട്ടൊക്കെ, വേദയ്ക്കും ഒക്കെ എല്ലാവർക്കും അതെ കേട്ടോ. എനിക്ക് വസ്ത്രയിൽ വരുന്ന കൂടുതൽ സാധനങ്ങളും പോകുന്നത് വരെയും ചേച്ചിയാണ് കൂടുതലും വാങ്ങുന്നത്. അത്രയും സ്നേഹബന്ധമുള്ള ഒരു ചേച്ചി എനിക്കുണ്ട്. എൻ്റെ സ്വന്തം ചേച്ചി കേട്ടോ. എനിക്കറിയാം വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധുക്കൾ പോലും ചെയ്യാത്ത പല കാര്യങ്ങളും പലരും ചെയ്യുമ്പോൾ ബന്ധുക്കളിൽ അപ്പുറമാണ് അവരോടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് കൈ നിറയെ സാധനങ്ങളായിട്ട് അഥർവയുടെ അമ്മയും വന്നു. കുറേ സമയം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോഴേക്കും അടുത്ത് വേദികയുടെ അമ്മയും വന്നു. അച്ഛനും ചേച്ചിയൊക്കെ വന്നു കേട്ടോ. വേദികയുടെ അച്ഛൻ പുറത്താണ്, ഇപ്പോൾ ചേട്ടൻ ലീവിന് വന്നിട്ടുള്ളതാണ്. അതൊക്കെയാണ് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ചേട്ടൻ കറക്റ്റ് ലീവായിരിക്കും കേട്ടോ. ലീവുള്ള സമയത്തായിരിക്കും നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കുചേരാൻ പറ്റുന്നത് നമുക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്തോ ആ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ അതിൽ പങ്കുചേരാൻ ചേട്ടന് പറ്റുന്നതും നമുക്കും പുറത്തുള്ള ഒരാൾ നമ്മുടെ ഒരു കാര്യത്തിന് എപ്പോഴും ഉണ്ടാവുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം പോലെ തന്നെ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ചേട്ടൻ ഗൾഫിൽ നിന്നൊക്കെ കുഞ്ഞിന് വേണ്ടി കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം ഇതൊക്കെ എങ്ങനെ പറഞ്ഞാൽ തീരാത്ത സ്നേഹബന്ധങ്ങളാണ്. അതെനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ചേട്ടനൊക്കെ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതാണ്. വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവർ കാണുന്നത് കൊണ്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പറയാണ്. അത്രയ്ക്ക് എല്ലാവരോടും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഫോമലായിപ്പോയി എങ്കിലും അത്രയുണ്ട് കേട്ടോ. കാരണം എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് വരുന്നവർ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു കുറവും ഇല്ലാണ്ടാണ് ചീമയുടെ കാര്യത്തിലായാലും കുഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും അവരൊക്കെ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് കാണാനും എടുക്കാനും ഒക്കെ വരുന്നത്. അയ്യോ അത് വേദയുടെ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അല്ലേ എന്നൊന്നും അല്ല കരുതുന്നത്. അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ് മിനി ആൻറ്റിയൊക്കെ ആണെങ്കിൽ പോലും അയൽവക്കം അല്ലേ എന്നുള്ള രീതിയിലല്ല അവരാരും കാണാൻ വരുന്നത്. അവരിൽ ഒരാളായിട്ടാണ് നമ്മളെല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടപ്പാടും ഇതും പറയുന്നൊരു വീഡിയോ ആയിപ്പോയല്ലോ ദൈവമേ. അങ്ങനെ അവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്തതാ വന്നു സച്ചുവിൻ്റെ വീട്ടുകാർ കേട്ടോ. സച്ചു വന്നില്ല, സച്ചിന് വർക്കുണ്ടായിരുന്നു. സച്ചിൻ്റെ ബ്രദറും അമ്മയും ബ്രദറിൻ്റെ വൈഫും അച്ഛനും പിന്നെ സച്ചിൻ്റെ മാമൻ്റെ മോള് ലക്കി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്നിട്ട് 10 മണി വരെയൊക്കെ ഇരുന്നു കേട്ടോ. കാരണം കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ്. അവൾ കണ്ണ് തുറന്ന് അപ്പൂപ്പനും
അച്ഛനും അച്ചമ്മയൊക്കെ വന്നപ്പോൾ കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ വന്നപ്പോൾ കണ്ണ് തുറന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഉറക്കമാണ്. അങ്ങനെ കുറേ സമയം കൊച്ചിനെയൊക്കെ കളിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നവരെ ഇങ്ങനെ വന്നും പോയില്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ കൊച്ച് ഒന്ന് കളിക്കാറൊക്കെ ആകുമ്പോൾ അവർ കൊണ്ടുപോകും. ഇപ്പോൾ അവൾ ചുമ്മാ കിടക്കുന്നു, കരയുന്നു, ഉറങ്ങുന്നു, പാൽ കുടിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ അവൾ ഒന്ന് ആക്റ്റീവായി തുടങ്ങും. അപ്പോൾ അവർ കൊണ്ടുപോകും. അതിൻ്റെ വിഷമത്തിലാണ് നമ്മൾ. അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ വീഡിയോ തന്നെ കാണാം. ഇത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ കുഞ്ഞിനെയും അമ്മയൊക്കെ കാണാൻ വന്നവരുടെ വീഡിയോസ് എനിക്കെന്തായാലും അത് കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി നമുക്ക് വീണ്ടും ഇന്നത്തെ വിശേഷത്തിലേക്ക് വരാം. ഇന്നെന്തോന്ന് കുറുക്ക്? ഉലുവേ? ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറി ഇത്ര തന്നെ. വേദ ഉറക്കം എണീറ്റ് വന്ന സമയം കണ്ടോ? 12 മണിയായിട്ടോ. ഇന്ന് ഇവിടെ ചോറും കാണിയിൽ ബീട്രൂട്ട് തോരനും നമ്മൾ മെനിങ്ങാന്ന് വാങ്ങിയ തിരച്ചി മീൻ കറിയും കൂടെ കേട്ടോ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വേദ ഇപ്പോൾ ഇറങ്ങി വന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ലഞ്ച് കഴിക്കാണ്ട് ബ്രഞ്ച്. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചോറ് കഴിക്കാൻ കരുതി. ചോറും തോരനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങ് കൊടുക്കാമെന്ന് കരുതി. വാ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. തോരനൊക്കെ ഉള്ളത് ഞാൻ എടുത്ത് കൊടുത്താലേ ഇറങ്ങും മേഡത്തിന്. കുഞ്ഞെവിടെ? ഈ ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ നെയ്ബറാട്ടോ. എവിടെ പൊങ്കാല, എല്ലാ അമ്പലത്തിലും പൊങ്കാല ഉത്സവം പൊങ്കാല സമയത്ത് പോയി പൊങ്കാല ഇടും. ആ പൊങ്കാല നമ്മുടെ വീട്ടിൽ തന്നിട്ട്, ചേച്ചിയുടെ വീട് നമ്മുടെ വീട് കഴിഞ്ഞിട്ടാണ്, നമുക്ക് തന്നിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ പിടയന്നൂർ അമ്പലത്തിൽ ഉത്സവമാണെന്ന് അറിഞ്ഞപ്പോഴേ ആ ചേച്ചി പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ഇന്ന് പൊങ്കാല കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മളെല്ലാവരും ഉറക്കമായിരുന്നു. ഗേറ്റൊക്കെ അടച്ച് കഥകൊക്കെ അടച്ച് കിടക്കായിരുന്നു. എന്നിട്ടും വന്ന് വിളിച്ച് പൊങ്കാല തന്നായിരുന്നു കേട്ടോ. ആ പൊങ്കാല പ്രസാദം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. നമ്മൾ എപ്പോഴും കഴിക്കണമെങ്കിലും ആ ഒരു പൊങ്കാല പ്രസാദത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും രുചിയും മണമൊക്കെയാണ്. എന്തായാലും പൊങ്കാലൊക്കെ കഴിച്ചതേ നേരെ തിരുമല പോവുകയാണേ. സോ ഗൈസ്, നമ്മളതേ തിരുമല വീട്ടിൽ വന്നിട്ടുണ്ട് കുറേ ദിവസത്തിന് ശേഷം. എൻ്റെ വീട് കിടക്കുന്ന കോലം കണ്ടോ? ഇതെവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. എന്നും കുറേ കൊറിയേഴ്സ് വരും. നമ്മുടെ പാഴ്സലെല്ലാം വരും. വാ വേദാണ് എനിക്ക് വെയിറ്റ് എടുത്തിരുന്നത്. പാഴ്സൽ വരും, അതിനെ പൊട്ടിക്കും, കൊറിയർ അയക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സുങ്കിടി കോട്ടൺ സാരി ആട്ടോ. ഇതെല്ലാം എൻ്റെ വസ്ത്രം കിടന്ന് ചലിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫോണൊന്നുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുത്താൽ കേട്ടോ. കുറച്ച് സുങ്കിടി കോട്ടൺ സാരീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ വസ്ത്രയിൽ ഈ സുങ്കിടി കോട്ടൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആട്ടോ. സുങ്കിടി കോട്ടൺ ട്രെൻഡിങ് ആവുന്നതിന് മുന്നേ നമ്മൾ വസ്ത്രയിൽ കൊണ്ടുവന്ന സാരിയാണ് ഈ സുങ്കിടി കോട്ടൺ. അപ്പോൾ ഇത് വീണ്ടും ട്രെൻഡിങ് ആയ സ്ഥിതിക്ക് ഇതേ സാരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് സാരി. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ്, മുന്താണി ഇതാണ്, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കാം. ഇതെല്ലാം സുങ്കിടി കോട്ടൺ ആണ്. അപ്പോൾ ഇത് മാത്രം എനിക്കറിയില്ല, അവർ പ്രത്യേകം അയച്ചു തന്നു. അത് എന്തിനാണെന്നറിയില്ല. വേറൊരു പാഴ്സലായിട്ടാണ് എനിക്കിത് വന്നത്. അങ്ങനെ ഞാൻ കരുതി, ഞാൻ കുറച്ച് സാരി ഓർഡർ ചെയ്തിട്ട് ഈ ഒരു സാരി മാത്രം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് വിളിച്ച് അവരോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു എന്താ അവർ ഒരു സാരി സെപ്പറേറ്റ് ആണ് അയച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ അടുത്ത സുങ്കിടി കോട്ടൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാ, ഇത് ഭയങ്കര ട്രെൻഡിങ് കളർ കോമ്പിനേഷനാണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ദെൻ ഇത് ഒരു പ്യോർ റെഡ്, എന്ത് കളറുടെ അത്, റെഡും പീച്ചും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളർ. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതേ ബ്ലാക്ക് ആട്ടോ. ബേബി പിങ്ക് അല്ല, അതൊരു ഓറഞ്ച് ഷെയ്ഡും ഒക്കെ വരുന്നതാണ്. വാവ്, ഇതടുത്തത് നൈസ്. ഇതിൻ്റെ ബ്ലൗസും മുന്താണിയൊക്കെ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത്, ഡാർക്ക് ബ്ലൂ. അടുത്തെന്താണ്? ഇതെല്ലാം കൊള്ളാം കേട്ടോ. ഇതെല്ലാം കോൺട്രാസ്റ്റ് ആണ്. ഇതൊരു മെറൂണും പിങ്കും, റാണി പിങ്ക് പോലത്തെ ഒരു കളറുമാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഇതായിരിക്കും കേട്ടോ. വാവ്, സൂപ്പർ. യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ, നൈസ്. ഇതെല്ലാം വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഇതിന് ബ്ലാക്ക് ബ്ലൗസ് ആട്ടോ. അഗെയിൻ ഈ ഒരു സാരി തന്നെ വീണ്ടും വന്നിട്ട്, അത് പ്ലെയിൻ ആണ്, ഇത് കോൺട്രാസ്റ്റ് ആട്ടോ. അതാണ് ഞാൻ നോക്കുന്നത്. ഇത് കോൺട്രാസ്റ്റ് ആണ്. ഈ ബ്ലൗസ് ആയിരിക്കും ഇതിൻ്റെ വരുന്നത്. ആൻഡ് വൺ മോർ, ഇത് പ്ലെയിൻ ആട്ടോ, ഒരു മെറൂൺ കളർ. അതിൻ്റെ ബ്ലൗസ് ഇതാട്ടോ, കോൺട്രാസ്റ്റ് ബ്ലൗസ്. വാവ്, നൈസ്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ സുങ്കിടി കോട്ടൺ കളക്ഷൻസ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഇഷ്ടമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞുതരാവേ.
നമ്മൾ ആക്ച്വലി നാളെ ഒരു സ്ഥലം വരെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കരുതി ഇനി സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. പറയുന്നില്ല എന്ന് കരുതി, അതുകൊണ്ട് പറയുന്നില്ല. നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ സാരിയൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും സച്ചിൻ്റെ ബ്രദറിൻ്റെ വൈഫ് വിളിച്ചിട്ട് ചേച്ചി അവിടെ ഉണ്ടോ, ഞങ്ങൾ നൂലുകെട്ടിന് ഉടുക്കാനായിട്ട് സാരി നോക്കാനായിട്ട് ഞാനും അമ്മമാരും കൂടി, മീനാക്ഷിയുടെ അമ്മയും സച്ചിൻ്റെ അമ്മയും കൂടി വരികയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വന്നോളൂ. പക്ഷേ എൻ്റെ കളക്ഷൻസ് എല്ലാം കഴിഞ്ഞപ്പോഴാട്ടോ അവർ വന്നത്. പിന്നെ നമ്മുടെ വസ്ത്രം എന്ന സാരിയൊക്കെ എടുത്തിട്ടാണ് പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് എല്ലാവരും വസ്ത്രയുടെ മോഡലായിട്ട് നൂലുകെട്ടിന് വരുമെന്ന്. പക്ഷെ അതുപോലെ സംഭവിക്കാൻ പോവാണ്. എല്ലാവരും വസ്ത്രയുടെ സാരി ആട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.